السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيد المرسلين وعلى آله وصحبه كلهم أجمعين. ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട കൂട്ടുകാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാം സ്വീകരിക്കട്ടെ. വീണ്ടും ഒരു ബദർ ദിനം കൂടെ കടന്നു വരികയാണ്. വിശ്വാസികളുടെ മനസ്സിൽ ത്യാഗത്തിൻ്റെയും വിജയത്തിൻ്റെയും വലിയ സന്ദേശങ്ങൾ നൽകിക്കൊണ്ടാണ് ഓരോ വർഷവും അസ്ഹാബുൽ ബദറിനെ സ്മരിക്കുന്ന ദിനം കടന്നു വരുന്നത്. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ബദർ ദിനം എന്ന് പറയുന്നത് ഒരുപാട് പുണ്യങ്ങൾക്കുള്ള ഒരു സമയമാണ്. പരിശുദ്ധ ദീനിനു വേണ്ടി ജീവാർപ്പണം നടത്തിയ അസ്ഹാബുൽ ബദറിനെ സ്മരിക്കുക എന്നുള്ളത് വലിയ ഒരു പുണ്യമാണ്. അതോടൊപ്പം മഹാന്മാരായ ബദരീങ്ങൾ നൽകിയ വലിയ വലിയ പാഠം അത് പഠിച്ചെടുക്കുകയും ജീവിത വഴിയിൽ മാതൃകകളായി സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളത് മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മുതൽക്കൂട്ടാണ്. മഹാന്മാരായ ബദരീങ്ങൾ വിശുദ്ധ റമളാനിന്റെ 17-ന് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് മല്ലന്മാരായ ഒരു വിഭാഗത്തെ തകർത്തെറിഞ്ഞ് പരിശുദ്ധ ദീനിനു വേണ്ടി വിജയം കൊയ്തെടുത്ത ഏറ്റവും പ്രാധാന്യം നിറഞ്ഞ ഒരു സമയം. അതാണ് എല്ലാ വർഷവും ബദർ ദിനത്തിലൂടെ ബദരീങ്ങളെ സ്മരിക്കുന്നതിലൂടെ വിശ്വാസികളെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. അസ്ഹാബുൽ ബദറിന്റെ ത്യാഗോജ്ജലമായ പ്രവർത്തനങ്ങളിലേക്ക് കണ്ണോടിച്ചു നോക്കുമ്പോൾ വളരെ പ്രാധാന്യമുള്ള പാഠങ്ങൾ നമുക്കെല്ലാവർക്കും ബദരീങ്ങൾ പകർന്നു നൽകുന്നുണ്ട്. ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ കടന്നു ചെന്ന് തങ്ങളെ ആക്രമിക്കാൻ വരുന്ന ഒരു ടീമിനെ അടിച്ചൊതുക്കുകയല്ല ബദരീങ്ങൾ ചെയ്തത്. മറിച്ച് ഇസ്ലാമിൽ നടന്ന എല്ലാ സമരങ്ങളുടെയും വ്യക്തമായ സന്ദേശം ചെറുത്തുനിൽപ്പുകളാണ്. അതല്ലാതെ ഇസ്ലാമിക പ്രബോധനത്തിനുള്ള വഴിയായി ഒരിക്കലും സമരങ്ങളെ ഇസ്ലാം പരിചയപ്പെടുത്തിയിട്ടില്ല. പരിശുദ്ധ ദീനിലേക്കുള്ള പ്രബോധന വഴിയായി ഖുർആൻ പരിചയപ്പെടുത്തിയത് 2 മാർഗങ്ങളാണ്. ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസന എന്നാണ്. പരിശുദ്ധ ദീനിന്റെ വഴിയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കേണ്ടത് തന്ത്രങ്ങൾ ഉപയോഗിച്ചും അതോടൊപ്പം മനസ്സിൽ കൊള്ളുന്ന രൂപത്തിലുള്ള ഉപദേശങ്ങൾ നടത്തിക്കൊണ്ടുമാണ്. ഇസ്ലാമിക പ്രബോധന വഴിയിൽ എന്നും മഹത്തുക്കൾ സ്വീകരിച്ച വഴികൾ ഇതുമാത്രമാണ്. വാളുകൊണ്ടോ ആയുധങ്ങൾ കൊണ്ടോ ശത്രുക്കളെ വെട്ടിനിരത്തിക്കൊണ്ടോ അല്ല ഇസ്ലാമിൻ്റെ പ്രബോധനം നടന്നത്. എന്നാൽ ഇസ്ലാമിൽ നടന്ന എല്ലാ സമരങ്ങളും ചെറുത്തുനിൽപ്പുകളുടെ പാഠങ്ങളാണ് നമുക്കെല്ലാവർക്കും പകർന്നു നൽകുന്നത്. ആ വഴിയിൽ എന്നും ഓർക്കുന്ന ഏറ്റവും ത്യാഗോജ്ജലമായ കഥ പറയുന്നതാണ് ഹിജ്റയുടെ 2-ാം വർഷം വിശുദ്ധ റമളാനിൽ നടന്ന ബദർ എന്ന് പറയുന്നത്.
വിശാലമായി പറയാനും പഠിക്കാനുമുള്ള മേഖലയാണ്. ബദരീങ്ങളെന്ന് പറയുന്ന മഹാന്മാര് ഒരു സുപ്രഭാതത്തിൽ ബദറിൽ ചെന്ന് ആ രൂപത്തിൽ അങ്ങോട്ടുണ്ടായവരല്ല. ബദരീങ്ങള് നമുക്കെല്ലാവർക്കും പകർന്നു നൽകുന്ന പാഠങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠമാണ് അചഞ്ചലമായ വിശ്വാസവും ആ വിശ്വാസ സംരക്ഷണത്തിനു വേണ്ടി ഏതറ്റം വരെ പോകാനുമുള്ള മാനസികമായ തയ്യാറെടുപ്പ്. ബദറിലേക്ക് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം യാത്ര ചെയ്ത ബദരീങ്ങൾക്ക് അവരിൽ ബഹുഭൂരിപക്ഷം ആളുകൾക്കും പറയാനുള്ളത് വിശ്വാസ സംരക്ഷണത്തിനു വേണ്ടി പിറന്ന നാടും വീടും സമ്പത്തുമെല്ലാം ഉപേക്ഷിച്ച് മറ്റൊരു നാടിലേക്ക് പലായനം നടത്തിയതാണ്, കുടിയേറിപ്പാർത്തതാണ് പറയാനുള്ളത്. ഈ ഒരു വലിയ പാഠമാണ് ബദരീങ്ങൾ നൽകുന്നത്. ഒരു പ്രത്യേക സാഹചര്യം കടന്നു വന്നപ്പോൾ തങ്ങൾക്കെതിരെ ഉപയോഗിക്കാനുള്ള വലിയ വലിയ സാമ്പത്തികമായ മുതലുകളുമായി ശത്രുപക്ഷം മറ്റൊരു ഭാഗത്തിലൂടെ മുന്നേറുന്നത് വരും കണ്ടപ്പോൾ അതിനെ ചെറുക്കാൻ വേണ്ടിയിട്ടാണ് ബദരീങ്ങൾ പരിശുദ്ധ മദീനയിൽ നിന്ന് ഇറങ്ങിത്തിരിക്കുന്നത്. അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു പിന്നീട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന മഹാത്മാവാണ്. അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ ഒരു സംഘം ആളുകൾ, കച്ചവട സംഘം, വലിയ ലാഭവുമായി ഷാമിൽ നിന്ന് വരുന്നു എന്ന വാർത്ത തിരുനബിയുടെ കാതിലെത്തുകയും അബൂ സുഫിയാന് കിട്ടിയ ആ ലാഭം മുഴുവനും പരിശുദ്ധ ഇസ്ലാമിനെ തകർത്തെറിയാൻ വേണ്ടി ഉപയോഗിക്കാനുള്ളതാണ് എന്ന് തിരിച്ചറിവ് വന്നപ്പോൾ തൽക്കാലം ആ ഒരു സംഘത്തെ തടയിടാൻ വേണ്ടിയിട്ടാണ് മുത്തുനബിയും പ്രിയപ്പെട്ട സ്വഹാബികളും പരിശുദ്ധ മദീനയിൽ നിന്ന് ഇറങ്ങിത്തിരിക്കുന്നത്. വഴിയിൽ നിന്ന് ചില വാർത്തകൾ കിട്ടിയതനുസരിച്ച് അബൂ സുഫിയാൻ മറ്റൊരു മാർഗം സ്വീകരിച്ച് രക്ഷപ്പെടുകയും, എന്നാൽ തങ്ങൾ ഇറങ്ങിയ ഈ ഒരു വഴി അത് അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്തു തന്നതാണ്, അത് വിജയം അല്ലാഹു കണക്കാക്കിയെടുത്തതാണ് എന്ന് തീരുമാനിച്ച തിരുനബിയും പ്രിയപ്പെട്ട സ്വഹാബികളും മുമ്പോട്ട് വെച്ച കാല് പിന്നോട്ട് വെക്കുന്നതിനു പകരം പരിശുദ്ധരായ സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ബദറിനെ ലക്ഷ്യമാക്കി പ്രയാണം നടത്തുകയായിരുന്നു. പോകുന്ന സമയത്ത് വിരലിലെണ്ണാവുന്ന ഒരുക്കുമുതലുകളെ, കോപ്പുകളെ അവരെ കയ്യിലുള്ളൂ. ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നത് കാണാം, വെറും 60 പടയങ്കികൾ, 2 കുതിരകൾ, 70 ഒട്ടകങ്ങൾ, ഇതുമാത്രമാണ് സമരപ്പോർക്കളത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന ബദരീങ്ങളുടെ കൈവശമുള്ളത്. 313 അംഗബലമുള്ള ഈ സ്വഹാബത്ത് വിശുദ്ധ റമളാനിൽ നോമ്പെടുത്ത് ബദറിൻ ലക്ഷ്യമാക്കി ദീനിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രയാണം നടത്തുകയാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ മഹത്തുക്കളുടെ ജീവാർപ്പണത്തിന്റെ കഥകൾ വായിക്കുന്ന സമയത്ത്, യാഗോജ്ജലമായ ഈ മുഹൂർത്തങ്ങളെ അയവിറക്കുന്ന സമയത്ത് പഠിച്ചെടുക്കാനുള്ള, ജീവിതത്തിൽ പകർത്താനുള്ള ധാരാളം പാഠങ്ങളുണ്ട്. ആ പാഠങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആത്മധൈര്യത്തോടുകൂടെ തൻ്റെ അണികളെ ആവേശത്തോടുകൂടെ നയിക്കാൻ പറ്റിയ ഒരു നേതൃത്വമുണ്ടോ, ആ നേതൃത്വമുള്ള കാലത്തോളം വിശ്വാസികൾ തകരില്ല, എവിടെയും പരാജയം വരില്ല. ഇതാണ് ബദരീങ്ങളിൽ നിന്ന് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു പാഠം. നേതൃത്വം നൽകുന്നത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. തൻ്റെ അണികളുടെ വികാരങ്ങളെ മനസ്സിലാക്കി അവർക്ക് സാരോപദേശങ്ങൾ നൽകി
പരിശുദ്ധ ദീനിനു വേണ്ടി നടത്താനുള്ള ത്യാഗോജ്ജലമായ പ്രവർത്തനങ്ങൾക്ക് വലിയ വലിയ ആവേശം പകർന്നുകൊണ്ട് തിരുനബി നയിച്ച ഈ വലിയ യാത്ര സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടിച്ചേൽപ്പിക്കുകയായിരുന്നില്ല, മറിച്ച് തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോടുകൂടെ അന്വേഷണം നടത്തുകയാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അബൂ സുഫിയാൻ മറ്റൊരു ഭാഗത്തിലൂടെ മക്കയിലേക്ക് രക്ഷപ്പെട്ട സമയം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരുമായി മുശാവറ നടത്തുമ്പോൾ നബി തങ്ങൾ പറഞ്ഞത്, നമുക്ക് ബദറിലേക്ക് കുതിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ടാലൊരു ടീമിനെ നമുക്ക് ഓഫർ ചെയ്തിട്ടുണ്ട്. ഒന്നുകിൽ അബൂ സുഫിയാന്റെ ടീമിനെ പിടിച്ചടക്കും, അല്ലെങ്കിൽ എതിരിടാൻ വരുന്ന മക്കയിൽ നിന്ന് നമ്മെ തുരത്താൻ വേണ്ടി പുറപ്പെട്ട അബൂജഹലിന്റെ നേതൃത്വത്തിലുള്ള വിഭാഗത്തെ നമ്മൾ കണ്ടുമുട്ടേണ്ടി വരും. ഇത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരുമായി പങ്കുവെച്ച് നാം എന്തു ചെയ്യണമെന്ന് അനുയായികളുമായി കൂടിയാലോചന നടത്തുകയാണ്. ആ സമയത്ത് സ്വഹാബികൾ മുഴുവൻ തിരുനബിയോട് ചേർന്ന് നിൽക്കുകയും ഞങ്ങൾ എന്തിനും തയ്യാറാണ് എന്ന് പറഞ്ഞ് തിരുനബിയോടൊപ്പം മനസ്സും ശരീരവും സമർപ്പിച്ച് ഈ പ്രിയപ്പെട്ട കൂട്ടുകാര് ചേർന്ന് നിൽക്കുകയാണ്. ബദറിന്റെ വിജയത്തിലെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് നേതാവും അണികളും തമ്മിലുള്ള ആ ഒരു വലിയ ബന്ധം. തിരുനബിയുടെ നേതൃത്വത്തിൽ ഈ ഒരു സംഘം ബദർ ലക്ഷ്യമാക്കി യാത്ര പുറപ്പെടുന്ന സമയത്ത് വിരലിലെണ്ണാവുന്ന വാഹനങ്ങളെ ഉള്ളൂ. ആ സമയത്ത് തിരുനബി പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറഞ്ഞു, നമുക്ക് ഉള്ള വാഹനങ്ങൾ പരസ്പരം ഷെയർ ചെയ്തിട്ട് ഉപയോഗിക്കാം. തൻ്റെ അണികളെ പ്രചോദനം നൽകുന്ന നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന മനസ്സ് തൊട്ടറിഞ്ഞുള്ള സന്ദേശങ്ങൾ ആ സ്വഹാബികളെ എല്ലാ നിരക്കും വികാരഭരിതരാക്കിയിട്ടുണ്ട്. നിങ്ങൾ ചെയ്തോളി എന്ന് പറഞ്ഞ് ഒരു ഭാഗത്തേക്ക് മാറി നിൽക്കുന്ന നേതാവല്ല, മറിച്ച് കൂടെ നിന്ന് കൊടുത്ത് അവരുടെ എല്ലാ ആവശ്യങ്ങളും കണ്ടറിഞ്ഞ് പെരുമാറുന്ന ഒരു നേതൃത്വം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ രൂപത്തിൽ വാഹനങ്ങൾ ഉപയോഗിക്കാൻ സ്വഹാബികളോട് ചർച്ച ചെയ്യുന്ന സമയം ഉള്ള വാഹനങ്ങളിൽ പലരും ഷെയറുകളായി ഒരൽപ്പം ഒരാൾ സഞ്ചരിക്കും, പിന്നീട് അയാൾ നടക്കും, നടക്കുന്നയാൾ വാഹനപ്പുറത്ത് കയറും. ആ രൂപത്തിലായിരുന്നു മുന്നോട്ടുള്ള യാത്ര. സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി തങ്ങൾക്കും എനിക്കും മർസദ് ഇബ്നു അബിൽ മർസദ് എന്ന കൂട്ടുകാരനും ഞങ്ങൾക്ക് 3 പേർക്കും കൂടെ ഒരു വാഹനമായിരുന്നു ലഭിച്ചത്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞങ്ങൾ ആദ്യമായി വാഹനത്തിൽ കയറ്റി. തിരുനബി ഒരല്പസമയം യാത്ര ചെയ്തപ്പോൾ മുത്തുനബി പറഞ്ഞു, ഞാനിവിടെ ഇറങ്ങാം, നിങ്ങളിൽ ഒരാൾ വാഹനത്തിൽ കയറണം. ആ സമയത്ത് ഈ 2 കൂട്ടുകാർ അലിയാർ തങ്ങളും മർസദ് തങ്ങളും പറഞ്ഞു, നബിയെ നഹ്നു നംശി അൻക്, അങ്ങയുടെ പകരം കൂടെ ഞങ്ങൾ നടന്നോളാം. നേതാവായ അങ്ങ് ഇറങ്ങരുത്, അങ്ങ് വാഹനപ്പുറത്ത് തന്നെ ഇരിക്കണം, ഞങ്ങൾ വാഹനപ്പുറത്ത് സഞ്ചരിക്കാനുള്ള സമയം കൂടെ അങ്ങ് സഞ്ചരിക്കണം, അങ്ങയുടേത് കൂടെ ഞങ്ങൾ നടന്നോളാമെന്ന് അലിയാർ തങ്ങളും മർസദ് തങ്ങളും പ്രതികരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് വിട്ടുകൊടുത്തില്ല. തിരുനബി പറഞ്ഞു, എനിക്കും അതിൻ്റെ പുണ്യം ലഭിക്കണം. ഈ സമരപ്പോർക്കളത്തിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ നടക്കുമ്പോൾ അതിലൊരു പങ്കാളിയായി ഞാനും മാറണം, അതുകൊണ്ട് എനിക്കും സഞ്ചരിക്കണം. ആ രൂപത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് പ്രചോദനം നൽകിയത്. ഈ യാത്രാസംഘം മുന്നോട്ട് നീങ്ങുമ്പോൾ പറഞ്ഞറിയിക്കാനും പഠിച്ചെടുക്കാനുമുള്ള പല സംഗതികളിൽ മറ്റൊന്നാണ്
ജീവാർപ്പണം നടത്താനുള്ള മാനസികമായ തയ്യാറെടുപ്പ്. എന്ത് പ്രതിസന്ധി നേരിട്ടാലും എൻ്റെ ശരീരം കൊണ്ട് പരിശുദ്ധ ദീനിന് വേണ്ടി കാവലിരിക്കാൻ തയ്യാറാണ് എന്ന ബദരീങ്ങളുടെ ഏറ്റവും വലിയ മനക്കരുത്തിൻ്റെ തീരുമാനം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് അസ്ഹാബുൽ ബദറിൻ്റെ കൂട്ടത്തിൽ, അതുതന്നെ ബദറിൽ വെച്ച് ഷഹീദായി പോയ 14 സ്വഹാബികളുടെ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ പ്രായക്കാരനായ ഉമൈർ ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ തീരുമാനം. അബൂ സുഫിയാനെ തടയാൻ പോയ സംഘത്തിൽ കുറച്ചൊക്കെ ചെറിയ മക്കളുണ്ടായിരുന്നു. ആ സംഘം രണ്ടാമത് ബദറിലേക്ക് തിരിക്കുന്ന സമയത്ത് തിരുനബി ആ മക്കളോട് പറഞ്ഞു, നിങ്ങൾ മദീനയിലേക്ക് തിരിച്ചു പോകണം. അത് കേട്ടിട്ട് പല കുട്ടികളും പോയി. ഉമൈർ ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വല്ലാത്തൊരാവേശം. ഇത് സത്യവും അസത്യവും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു പോർക്കളമാണ്. ഈ ഒരു ഘട്ടം ഒരിക്കലും നഷ്ടപ്പെടുത്താതെ എൻ്റെ ശരീരം കൊണ്ട് ദീനിന് സമർപ്പിക്കാൻ കഴിയുന്ന സേവനം ഇതാണെങ്കിൽ ഇതാവട്ടെ എന്ന് കരുതി തിരുനബിയുടെ പൊരുത്തമുണ്ടാവും എന്ന് എല്ലാ രൂപത്തിലും ആഗ്രഹിച്ച് മഹാനായ ഉമൈർ ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ബദറിലേക്ക് തിരുനബിയോടൊപ്പം മറ്റുള്ള കൂട്ടുകാരോടൊപ്പം നീങ്ങുകയാണ്. എന്നാൽ വഴിയിൽ വെച്ച് തിരുനബി ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കി ചെറിയ പ്രായക്കാരനായ എന്നെ കണ്ടിട്ട് തിരിച്ചു മദീനയിലേക്ക് പറഞ്ഞയക്കുമോ എന്ന് കരുതിയ ഉമൈർ ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു തൻ്റെ ജ്യേഷ്ഠനായ സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങളെ ഒരു മറയായി സ്വീകരിച്ച് അദ്ദേഹത്തിൻ്റെ ബാക്കിൽ നിന്നുകൊണ്ടാണ് ഉമൈർ തങ്ങൾ ഇങ്ങനെ മുന്നോട്ട് നീങ്ങിയത്. ബദറിലെത്തുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമൈർ ഇബ്നു അബീ വഖാസിനെ കണ്ടു. അവിടെ നിന്ന് ചോദിച്ചു, എന്തേ നിങ്ങൾ മദീനയിലേക്ക് തിരിച്ചു പോകാതിരുന്നത്? എന്ന് ചോദിച്ചപ്പോൾ ഉടനെ തന്നെ ഉമൈർ എന്നവർ തിരുനബിയുടെ കൈകൾ പിടിച്ച് പൊട്ടിക്കരഞ്ഞു. നബിയെ, എന്നെ തിരിച്ചയക്കരുത്, എന്നെ ഇവിടെ അനുവദിക്കണം എന്ന വലിയ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലിയ സമ്മതം നൽകുകയും ഉമൈർ തങ്ങൾക്ക് ഏറ്റവും വലിയ താല്പര്യം ബദറിലെ ഷഹാദത്തായിരുന്നു. ആ ഷഹാദത്ത് മഹാനായ ഉമൈർ ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയും ചെയ്തു എന്നുള്ളതാണ് ബദറിലെ ഏറ്റവും വലിയ മറ്റൊരു പാഠം. ആഗ്രഹിച്ചത് ഉമൈർ ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ആഗ്രഹിച്ചത് ബദറിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സാധിപ്പിച്ചു കൊടുത്തു. ഒരിക്കലും പതറാത്ത മനസ്സോടുകൂടെ ഇസ്ലാമിന് വേണ്ടി ചേർന്ന് നിൽക്കുന്നു എന്ന ഒരു വലിയ മനസ്സാണ് ബദരീങ്ങൾ നൽകുന്ന പ്രധാനപ്പെട്ട ഒരു പാഠം. ഓരോ സ്വഹാബികളിൽ നിന്നും ഈ ഒരു വലിയ പാഠങ്ങൾ നമുക്കെല്ലാവർക്കും വായിച്ചെടുക്കാനുണ്ട്. പരിശുദ്ധ ദീനിൻ്റെ വഴിയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് പ്രതിസന്ധികൾ വരും, പ്രയാസങ്ങൾ വരും, വെല്ലുവിളികൾ വരും. അതൊക്കെ ദീനിൻ്റെ വഴിയിൽ പറഞ്ഞതാണ്. ഇവിടെയാണ് ബദരീങ്ങൾ പാഠമാകുന്നത്. ആ മഹാന്മാർ സഹിച്ച, അവർ ക്ഷമിച്ച വലിയ വലിയ പീഡനങ്ങൾക്ക് ഒരു കണക്കുമില്ല. നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ പിറന്ന നാട് വിടേണ്ടി വന്നവരുണ്ട്. ശാരീരികമായി ഒരുപാട് മർദ്ദനങ്ങൾ സഹിക്കേണ്ടി വന്നവരുണ്ട്. സമ്പാദ്യങ്ങളെല്ലാം അക്രമികൾ കണ്ടുകെട്ടി ആ രൂപത്തിൽ ഒന്നുമില്ലാതെയാക്കപ്പെട്ടവരുണ്ട്. സ്വന്തം കുടുംബവും എല്ലാവരും ചേരിയിൽ നിന്നിട്ടും ദീനിനു വേണ്ടി അവസാനം ശ്വാസം വരെ ഉറച്ചു നിന്ന സ്വഹാബികളുണ്ട്. ഇവരാണ് ഇസ്ലാമിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് പരിശുദ്ധ റമദാനിൽ ശത്രുക്കളെ തടയുന്നതിനു വേണ്ടി ബദറിലെത്തിയത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ബദറിലെത്തിയ സമയം അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തിയത്, അപ്പുറത്തുള്ള ചേരിയിൽ നിൽക്കുന്നത് 950ഓളം വരുന്ന ശത്രുക്കളാണ്. ഇസ്ലാമിൻ്റെ പക്ഷത്തുള്ളത് 313 പേരാണ്. അവരുടെ ഇരട്ടിയിലധികമുണ്ട് ശത്രുപക്ഷം.
പക്ഷേ ശത്രുക്കളുടെ കണ്ണിൽ മുസ്ലിം സൈന്യത്തെ അള്ളാഹു പർവ്വതീകരിച്ചു കാണിച്ചു കൊടുക്കുകയും വിശ്വാസികളുടെ കണ്ണിൽ അവിശ്വാസികളെ വളരെ ചെറിയ സംഘമാക്കി കാണിച്ചു കൊടുക്കുകയും ചെയ്തത് ബദരീങ്ങൾക്ക് അള്ളാഹു നൽകിയ സഹായങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ രൂപത്തിൽ ബദരീങ്ങൾ ബദർ രണാങ്കണത്തിൽ എത്തിച്ചേർന്ന സമയം അവിടെയുമുണ്ട് ഒരുപാട് പാഠങ്ങൾ എനിക്കും നിങ്ങൾക്കും വായിച്ചെടുക്കാൻ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് സമീപിച്ചതും സ്വഹാബികൾ തിരുനബിയോട് നടത്തിയ സമർപ്പണവും ഏത് പ്രതിസന്ധികളെ മുൾമുനയിലാണെങ്കിലും തിരുനബിയോടുള്ള മഹബത്തിൻ്റെ വലിയ വലിയ പാഠങ്ങൾ ബദറിൽ നിന്നും വായിച്ചെടുക്കാനുണ്ട്. ബദറിലെത്തിയ സ്വഹാബത്ത് പരസ്പരം ചർച്ച ചെയ്യുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട നേതാവിന് വേണ്ടി, നേതാവിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ചെയ്യാൻ കഴിയുന്നത് മുഴുവനും നമുക്ക് ചെയ്തെടുക്കണം. അതിന് തിരുനബി തൽക്കാലം പോർക്കളത്തിലേക്ക് ഇറങ്ങുന്നതിനു പകരം തിരുനബി തൽക്കാലം ഒരു ഭാഗത്ത് കാര്യങ്ങളെല്ലാം വീക്ഷിച്ച് ഒരു ടെൻറ്റിൽ വിശ്രമിക്കട്ടെ. അതിന് നല്ല സുരക്ഷയൊരുക്കി നല്ല ഒരു ടെൻറ്റ് നിർമ്മിക്കണം. സ്വഹാബത്തിൻ്റെ തീരുമാനം വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ ആഗ്രഹത്തിന് സമ്മതം മൂടുകയാണ്. അങ്ങനെയാണ് അവർ ബദറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി ഒരു ടെൻറ്റ് പണിയുന്നത്. ടെൻറ്റ് പണിതതിനു ശേഷം സ്വഹാബികൾക്കിടയിൽ ചർച്ച വരുന്നു, ആരാണ് നമ്മുടെ തിരുനബിയുടെ ടെൻറ്റിന് കാവൽ നിൽക്കുക? ഒരു ശത്രു പോലും ആ വഴിയിൽ വന്നു പോകരുത്, ഒരാൾ പോലും തിരുനബിയെ എത്തിപ്പിടിക്കരുത്. ആ നിലക്ക് കാവൽ നിൽക്കാൻ കഴിയുന്നത് ആരെന്ന് ചോദിച്ചപ്പോൾ മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ ആ ദൗത്യം വളരെ ആവേശപൂർവ്വം ഏറ്റെടുക്കുകയാണ്. തലേന്ന് രാത്രിയും പിറ്റേ പകലും വൈകുന്നേരം വരെ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തിരുനബിയുടെ സംരക്ഷണ ചുമതല ഏറ്റുപിടിച്ചിട്ടുണ്ടാവും. പ്രിയപ്പെട്ട കൂട്ടുകാരെ, അങ്ങനെ ബദർ രണാങ്കണം ആരംഭിക്കുന്ന സമയത്തും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഉപദേശങ്ങൾ നൽകുകയാണ്. അവരുടെ വിജയത്തിനു വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പുറത്തെ ചേരിയിലേക്ക് നോക്കുന്ന സമയത്ത് മല്ലന്മാരായ സർവായുധ സജ്ജരായ ഈ ഒരു സൈന്യം വിശ്വാസികളെ അരിഞ്ഞെടുക്കാൻ വേണ്ടി ബദറിലെത്തിയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് കണ്ടിട്ട് ബദറിൽ വെച്ച് സ്വഹാബികളോട് പറഞ്ഞ ഒരു വാക്കുണ്ട്, ഹാദിഹി മക്ക ഖദ് അൽഖത് ഇലൈക്കും അഫ്ലാദ കബിദിഹാ. ഈ വിശുദ്ധ മക്ക ഇതാ നിങ്ങളിലേക്ക് അതിൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളെ എറിഞ്ഞു തന്നിരിക്കുകയാണ്. അബൂജഹൽ, ഉത്ബത്ത്, ഷൈബത്ത് തുടങ്ങിയ തലയെടുപ്പുള്ള എല്ലാ നേതൃത്വവും ബദറിലെത്തിയിട്ടുണ്ട്. അവരെ നോക്കിയിട്ടാണ് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രതികരിച്ചത്. മക്ക അതിൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളെ നിങ്ങളിലേക്ക് എറിഞ്ഞു തന്നിട്ടുണ്ട്. രാവിലെ തുടങ്ങിയ സമരം ഉച്ച കഴിയുമ്പോഴേക്ക് പരിശുദ്ധ ഇസ്ലാമിന് വലിയ വെളിച്ചം കിട്ടിയിട്ട്, വിജയം കിട്ടിയിട്ട് ശത്രുപട ഞെരിഞ്ഞമർന്ന് കുറേ ആളുകൾ കൊല്ലപ്പെട്ടു, പല ആളുകളും ബന്ദികളാക്കപ്പെട്ടു, പല ആളുകളും പിന്തിരിഞ്ഞോടി. പരിശുദ്ധ ഇസ്ലാമിൻ്റെ ആ പരിശുദ്ധമായ പതാക ബദറിൽ പാറിക്കളിക്കുകയാണ്. ഇസ്ലാമിന് വലിയ വിജയം കിട്ടിയ അധന്യ മുഹൂർത്തം. അൻതുമുൽ അലൗന ഇൻ കുൻതും മുഅ്മിനീൻ. ഉള്ളിലുറച്ച വിശ്വാസമുണ്ടോ ആ വിശ്വാസികളെ തകർത്തെറിയാൻ ഒരു പടക്കോപ്പുകൾക്കും ഒരു സർവായുധ സജ്ജരായി വന്ന ഒരു സൈന്യത്തിനും കഴിയില്ല എന്നുള്ള ഏറ്റവും വലിയ ഒരു സന്ദേശമാണ് ബദറിലൂടെ നൽകുന്ന വലിയ സന്ദേശം. എനിക്കും നിങ്ങൾക്കുമുള്ള വലിയ പാഠമാണ്. വിശ്വാസം സംരക്ഷിക്കാനുള്ളതാണ്, അത് ബലി കഴിക്കാനുള്ളതല്ല. വിശ്വാസം ആരുടെയെങ്കിലും പ്രലോഭനങ്ങൾക്കോ പ്രകോപനങ്ങൾക്കോ വേണ്ടി നഷ്ടപ്പെടുത്താനുള്ളതല്ല.
അസ്ഹാബുൽ ബദറിനെ സ്മരിക്കുന്ന സമയത്ത്, മഹാന്മാരെ പറയുന്ന സമയത്ത് പഠിക്കാനുള്ള പാഠം ഇത് ഏറ്റവും വലുത് വിശ്വാസിക്ക് ഏറ്റവും വലുത് വിശ്വാസമാണ്. ആ വിശ്വാസ സംരക്ഷണത്തിനു വേണ്ടിയാണ് ഈ പാവം സ്വഹാബത്ത്, പരിശുദ്ധരായ ഈ മഹാന്മാര് ബദറിൽ വെച്ച് ഇസ്ലാമിന് വേണ്ടി പോരാടിയത്. ഒരൊറ്റ സന്ദേശം കൂടെ സാന്ദർഭികമായി പറയാം. ഇസ്ലാമിലായി ജീവിക്കുന്ന വിശ്വാസികൾ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി എല്ലാ രൂപത്തിലും അവർ കഠിനാധ്വാനം ചെയ്യുകയാണെങ്കിലും വിജയം ഒരിക്കലും അവരെ വിട്ടു പോവുകയില്ല. എന്നു മാത്രമല്ല, അവർക്കെതിരെ കളിക്കുന്ന ഏതു വലിയ ശക്തികളാണെങ്കിലും അവരെ മുഴുവൻ അള്ളാഹു പാഠം പഠിപ്പിക്കും എന്ന സന്ദേശം കൂടെ ബദറിന് നൽകാനുണ്ട്. ഒരു കാലഘട്ടത്തിൽ അടിമകളായി മാറിയിരുന്ന, ഒരു കാലഘട്ടത്തിൽ പീഡനം മാത്രം ഏറ്റുവാങ്ങിയിരുന്ന ഈ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് അള്ളാഹു വിജയം നൽകുന്നതിൻ്റെ വലിയ വലിയ അധ്യായങ്ങൾ നമ്മൾ വായിച്ചെടുക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിച്ചതിന് വേണ്ടി മണലാരണ്യത്തിൽ കിടന്ന് പീഡനമേൽക്കേണ്ടി വന്നവരുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം വിശ്വസിച്ചതിന് വേണ്ടി മർദ്ദനമുറകൾ ഒരുപാട് ഏറ്റുവാങ്ങേണ്ടി വന്നവരുണ്ട്. ഇവരാണ് അവരെ അടിച്ചൊതുക്കിയിരുന്ന ഒരു ടീമിനെ ബദറിൽ വെച്ച് കൈകാര്യം ചെയ്യുന്നത്. ബദറിൽ അവരെ ചെറുത്തു നിന്നിട്ടാണ് ഇസ്ലാമിന് അല്ലാഹു തആല വിജയം കൊടുക്കുന്നത്. നോക്കൂ നിങ്ങൾ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഒരു വലിയ പാഠം, ശത്രുപക്ഷത്ത് ശത്രുക്കൾക്ക് നേതൃത്വം കൊടുത്ത അവരുടെ ഏറ്റവും വലിയ ലീഡറുടെ പതനത്തിലൂടെ, അതോടൊപ്പം വിശ്വാസികളിൽ നിന്ന് വിശ്വാസികൾക്ക് നൽകിയ വലിയ വിജയത്തിൻ്റെ ഒരു പാഠം അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ അവതരിപ്പിക്കുന്നുണ്ട്. സൂറത്തു ഇഖ്റയിൽ അള്ളാഹു പറയുന്നുണ്ട്, മക്കയിലെ ഏറ്റവും വലിയ തലമുത്തപ്പൻ നേതാവായ അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി ചെയ്യാത്ത പാതകങ്ങളില്ല, വിശ്വാസികളെ കളിപ്പിക്കാത്ത കളികളില്ല. ആ രൂപത്തിലൊക്കെ ഒരു കാലത്ത് കളിച്ചു തീർത്തവനാണ് അബൂജഹൽ. പോരാത്തതിന് തങ്ങളുടെ നാട്ടിൽ നിന്ന് കയറിപ്പോയ നാട്ടുകാരെ ബദറിൽ വെച്ച് ഞാൻ ശരിയാക്കുമെന്ന ഗീർവാണം മുഴക്കിയിട്ടാണ് അബൂജഹൽ ബദറിലേക്ക് വരുന്നത്. അല്ലാഹു തആല നേരത്തെ മക്കയിൽ വെച്ചു തന്നെ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ കഅബാലയത്തിന്റെ മുറ്റത്ത് സുജൂദ് ചെയ്യുന്ന സമയം തിരുനബിയുടെ തല ചവിട്ടിപ്പൊളിക്കാൻ വേണ്ടി വന്നവനായിരുന്നു അബൂജഹൽ. പക്ഷേ അല്ലാഹു യഅസിമുക മിനന്നാസ്, തിരുനബിയെ ചവിട്ടാൻ അവന് കഴിഞ്ഞിട്ടില്ല. വന്നതിലേറെ സ്പീഡിൽ അവൻ പിന്തിരിഞ്ഞോടി. ആ സമയത്ത് തിരുനബിയെ ചവിട്ടണമെന്നായിരുന്നു അവൻ്റെ ആഗ്രഹം ഉണ്ടായിരുന്നത്. അവനുള്ള മറുപടിയായി അള്ളാഹു അന്ന് അവനോട് പറഞ്ഞു, കല്ലാല ഇല്ലം യന്തഹി ലനസ്ഫഅൻ ബിന്നാസിയ. ഒരു ഭാഗത്ത് തിരുനബിയെ ചവിട്ടാൻ വന്ന കാലുകളാണ് അവൻ്റെ. അതോടൊപ്പം ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു അടക്കമുള്ളവർ വിശദീകരിക്കുന്നത് കാണാം. പരിശുദ്ധ ഖുർആനിലെ അറൂസുൽ ഖുർആൻ എന്നറിയപ്പെടുന്ന, ഒരു മണവാളൻ എന്നറിയപ്പെടുന്ന സൂറത്തുർ റഹ്മാൻ അവതരിപ്പിക്കപ്പെട്ടപ്പോൾ തിരുനബി ചോദിച്ചു സ്വഹാബികളോട്, ഈ സുന്ദരമായ സൂറത്ത് മക്കക്കാരുടെ മുമ്പിൽ ചെന്ന് ഓതിക്കൊടുക്കാൻ, പാരായണം ചെയ്യാൻ ആർക്കാണ് സാധിക്കുക? സ്വഹാബികളുടെ കൂട്ടത്തിൽ നിന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മുന്നോട്ട് വന്നു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ ശാരീരികമായി ആരോഗ്യം കുറവാണ്. സാധാരണ ഒരു മനുഷ്യനുണ്ടാകേണ്ടത്ര ശാരീരിക ഉയരവുമില്ലാത്തയാളാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്. ആ മഹാനവറുകൾ മുന്നോട്ട് വന്ന് ഞാനതിന് തയ്യാറാണെന്ന് പറഞ്ഞ് മക്ക മുശ്രിക്കുകളുടെ മുമ്പിൽ ചെന്ന് സൂറത്തുർ റഹ്മാൻ പാരായണം ചെയ്യുന്ന സമയം അബൂജഹൽ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ വന്ന് അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്ന് മുഖത്തടിക്കുകയും ഇബ്നു മസ്ഊദ് എന്നവരുടെ ചെവിയിൽ ഒരു ദ്വാരമുണ്ടാക്കുകയും ചെയ്തു. രക്തമൊലിക്കുന്ന ചെവികളുമായി, മുഖത്തുകൊണ്ട അടിപ്പാടുകളുമായി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കരഞ്ഞിട്ട് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് വരികയാണ്.
ആ സമയത്ത് നസലൽ മലക്കു ജിബ്രീൽ അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി. ജിബ്രീൽ മുത്തുനബിയുടെ അടുക്കൽ വന്നപ്പോൾ ജിബ്രീൽ ചിരിക്കുകയായിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ഒരു ഭാഗത്ത് കരയുന്നു, ജിബ്രീൽ ഇപ്പുറത്ത് ചിരിക്കുന്നു. നബി തങ്ങൾ അന്ന് ജിബ്രീലിനോട് ചോദിച്ചു, യാ ജിബ്രീലു അത്തദ്ഹഖു വബ്നു മസ്ഊദ് യബ്കി, ഇബ്നു മസ്ഊദ് കരയുമ്പോൾ നിങ്ങൾ ചിരിക്കുകയാണോ ജിബ്രീൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചപ്പോൾ ജിബ്രീൽ പറഞ്ഞു, നബിയെ, ഇതിൻ്റെ അനന്തരഫലം നിങ്ങൾ പിന്നീട് കാണും. അല്ലാഹു തആല ഇതെല്ലാം വെച്ചിട്ടാണ് മക്കയിൽ വെച്ച് നേരത്തെ തിരുനബിയോട് പറഞ്ഞത്, അങ്ങയെ ചവിട്ടാൻ വന്ന പാവപ്പെട്ട സ്വഹാബികളെ പീഡിപ്പിച്ച ഈ വലിയവനായി വാഴുന്ന അബൂജഹലിനോട് പറയണം, വേണ്ട, കടികളൊന്നും വേണ്ട. കല്ലാല ഇല്ലം യന്തഹി ലനസ്ഫഅൻ ബിന്നാസിയ. ഈ ആയത്തുകൾ വിശദീകരിക്കുമ്പോൾ ഇമാം റാസി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നുണ്ട്, ഈ ആയത്തുകളിലൂടെ അള്ളാഹു പറയുന്നത് അബൂജഹലിനോടാണെങ്കിലും ഈ സ്വഭാവം വെച്ചു പുലർത്തുന്ന, വിശ്വാസികളെ പാഠം പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന, മുഅ്മിനീങ്ങളെ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന എല്ലാവർക്കും ഈ അബൂജഹലിൻ്റെ സംഭവം ഒരു പാഠമാണ് എന്ന് മഹാന്മാരെ രേഖപ്പെടുത്തുന്നുണ്ട്. അല്ലാഹു തആല ആ രൂപത്തിൽ പ്രഖ്യാപനം നടത്തുകയും കാലങ്ങൾ മുന്നോട്ട് പോയി. ബദറിൽ വെച്ച് ഇത്രയും വലിയ വൻമരമായിരുന്ന അബൂജഹലിനെ വെട്ടിവീഴ്ത്തുന്നത് ചെറിയ 2 മക്കളാണ്. വലിയ ശാരീരിക പ്രകൃതിയുള്ളവരായിരുന്നു അബൂജഹൽ. പക്ഷേ ആ ബദറിൽ അധിക സമയം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. വിശ്വാസികളെ മുഴുവനും ഞെരുക്കിക്കളയണമെന്ന് കരുതി ആഗ്രഹിച്ച് വന്നവനാണ് അബൂജഹൽ. പാട്ടും കൂത്തുമായി, വാദ്യമേളങ്ങളുമായി ബദറിലേക്ക് വന്ന അവന് അധിക സമയം പിടിച്ചു നിൽക്കാൻ അല്ലാഹു അവസരം കൊടുത്തിട്ടില്ല. വെട്ടുകൊണ്ടവൻ താഴെ വീണു. പക്ഷേ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള പരിക്കുകളായിരുന്നു. ഉച്ചയോടുകൂടെ, റമദാൻ 17 ഉച്ചയോടുകൂടെ ബദർ സമാപിച്ചു. എല്ലാ വിശ്വാസികളും രണാങ്കണത്തിലിറങ്ങി. അവിടുത്തെ കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ സയ്യിദുന അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവും രണാങ്കണത്തിലൂടെ അങ്ങനെ സഞ്ചരിക്കുകയാണ്. ശത്രുക്കളിൽ വലിയൊരു ഭാഗം വെട്ടേറ്റ് വീണിട്ടുണ്ട്. ഒരു വിഭാഗം മരണപ്പെട്ടിട്ടുണ്ട്, ചിലരെ ബന്ദികളാക്കപ്പെട്ടിട്ടുണ്ട്, ബാക്കിയുള്ളവരൊക്കെ പിന്തിരിഞ്ഞോടിയിട്ടുണ്ട്. ഇബ്നു മസ്ഊദ് തൻ്റെ കൂട്ടുകാരോടൊപ്പം രണാങ്കണത്തിലൂടെ ഓട്ടപ്രദക്ഷിണം നടത്തുന്ന സമയത്ത് ഒരു വലിയ വൻമരം വീണ് കിടക്കുന്ന രംഗം കാണുകയാണ്. ആ സമയത്ത് ആരോ ഉപേക്ഷിച്ചു പോയൊരു കുന്തമെടുത്ത് ഈ വൻമരമാകുന്ന അയാളുടെ തലക്കൊരു കുത്തുകൊടുത്തു. അപ്പോൾ ജീവനുണ്ട്. അയാൾ തലയൊന്ന് പൊക്കി നോക്കി. അപ്പോൾ അത് അബൂജഹലാണെന്ന് തിരിച്ചറിഞ്ഞു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അബൂജഹലിന്റെ ചാരത്തേക്ക് ചെല്ലാൻ മടിച്ചു. പക്ഷെ അബൂജഹൽ പറഞ്ഞു, ഞാനിപ്പോൾ ഒന്നും ചെയ്യില്ല, എനിക്കതിന് കഴിവില്ല. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അബൂജഹലിന്റെ നെഞ്ചത്ത് കയറിയിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന ഓരോ വിജയവും ഒരു ഭാഗത്ത് ദീനിനെ കളിപ്പിച്ചവർക്ക് കൊടുക്കുന്ന വലിയ പരാജയവുമാണ് ആ ഒരു സംഭവത്തിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കേണ്ടത്. വലിയ ശാരീരിക പ്രകൃതിയുള്ള അബൂജഹലിനെ വെട്ടിവീഴ്ത്തി അവൻ്റെ നെഞ്ചത്ത് കയറിയിരിക്കുകയാണ് ചെറിയ ശാരീരിക പ്രകൃതിയുള്ള അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്. ആ സമയം കളിയാക്കിക്കൊണ്ട്, പരിഹസിച്ചുകൊണ്ട് അബൂജഹൽ ചോദിച്ചൊരു ചോദ്യമുണ്ട്, യാ റുവയ്യൽ ഗനം, ഓ കൊച്ചാട്ടിടയാ, കദിർ തഖൈത മുർതഖൻ സുൽബ, പ്രയാസപ്പെട്ടു കയറേണ്ട ഒരു സ്ഥാനത്താണല്ലോ നീ കയറിയിരിക്കുന്നത് എന്ന് അബൂജഹൽ പരിഹസിച്ചു അത്രേ. ആ സമയത്ത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇസ്ലാമാണ് എന്നും ഉന്നതിയിലുണ്ടാവുക, അതിനെ തകർക്കാൻ വരുന്നവരൊക്കെ തകരും, ഇസ്ലാമിനെ തകർത്തെറിയാൻ കഴിയില്ല എന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പ്രതികരിച്ചു. ഈ സമയം അബൂജഹൽ പറഞ്ഞു, നീ എൻ്റെ കഴുത്ത് മുറിക്കുന്ന സമയത്ത് എൻ്റെ കഴുത്ത് അത്യാവശ്യം നീട്ടി മുറിക്കണം. കാരണം ആ കഴുത്ത് കൊണ്ടുപോയി നിന്റെ നേതാവ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ മുമ്പിൽ നീ കാണിക്ക വെക്കണം,
കാഴ്ച വെക്കും ഉറപ്പാണ്. ആ കാഴ്ച വെക്കുന്ന സമയത്ത് ബല്ലിഗ് സ്വാഹിബക്, നിന്റെ കൂട്ടുകാരൻ, നിന്റെ നേതാവിനോട് അബ്ദുള്ള നീ പറയണം. എന്താ പറയേണ്ടത്? അന്നഹു ലം യകുൻ അഹദുൻ അബ്ഗള ഇലയ്യ മിൻഹു ഫീ ഹയാതി, ഞാൻ ജീവിക്കുന്ന കാലത്ത് മുഹമ്മദിനേക്കാൾ എനിക്ക് ദേഷ്യമുള്ള ഒരാളും ഈ ഭൂമി ലോകത്തുണ്ടായിരുന്നില്ല എന്ന് നീ പറയണം. അതേപോലെ തന്നെ വല അഹദുൻ അബ്ഗള ഇലയ്യ മിൻഹു ഫീ ഹാലി മമാതി, എൻ്റെ മരണസമയത്തും അങ്ങനെയാണ്, എനിക്ക് ഏറ്റവും ദേഷ്യം എന്നും മുഹമ്മദിനോടായിരുന്നു എന്ന് പറയണം എന്ന് അബൂജഹൽ അവസാന ആഗ്രഹം പറയുകയാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, അവസാന ശ്വാസം വലിക്കുന്ന സമയത്ത് പോലും ഇവൻ്റെയൊക്കെ ധിക്കാരത്തിൻ്റെ വലിയ വർത്തമാനങ്ങളാണ് നമ്മളിതിൽ നിന്ന് കേൾക്കുന്നത്. ഫറോവ ലോകം കണ്ട ഏറ്റവും വലിയ ധിക്കാരിയായിരുന്നു. പക്ഷേ കടലിൽ മുങ്ങി മരിക്കുന്ന സമയത്ത് ഫറോവ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, അവൻ്റെ മനസ്സറിയാൻ തുടങ്ങിയിരുന്നു. എന്നാൽ ഈ അബൂജഹലിൻ്റെ മനസ്സ് ആ സമയത്ത് പോലും അലിഞ്ഞില്ല എന്ന് മാത്രമല്ല, ജീവിതകാലത്തും മരണാസന്നനായ സമയത്ത് പോലും എനിക്ക് ഏറ്റവും വലിയ ദേഷ്യം, തീർത്താൽ തീരാത്ത ദേഷ്യം മുഹമ്മദ് നബിയോടായിരുന്നു എന്ന് വിളിച്ചു പറഞ്ഞവനായിരുന്നു അബൂജഹൽ. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തുന്ന ഓരോ തന്ത്രങ്ങൾ. ഒരു കാലത്ത് നബി തങ്ങളെ ചവിട്ടാൻ വന്നവനായിരുന്നു അബൂജഹൽ. സൂറത്തുർ റഹ്മാൻ പാരായണം ചെയ്തതിൻ്റെ പേരിൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ കഷ്ടപ്പെടുത്തിയവനായിരുന്നു അബൂജഹൽ. ആ അബൂജഹലിൻ്റെ അന്ത്യം സംഭവിക്കുന്നത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങളുടെ കൈകളിലൂടെയാണ്. അബൂജഹൽ തൻ്റെ അവസാന ആഗ്രഹം പറഞ്ഞു, നിന്റെ നേതാവിനോട് ഈ വിവരം പറയണമെന്ന്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നബി തങ്ങൾ അടുക്കൽ വന്നിട്ട് ഈ ഒരു സന്ദേശം പറഞ്ഞ സമയം തിരുനബിയുടെ കണ്ണുകൾ നനഞ്ഞു. അവിടുത്തെ കണ്ടമിടറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ന് പറഞ്ഞു, ഫിർഔനു ഉമ്മത്തി അശദ്ദു മിൻ ഫിർഔനി മൂസ, എൻ്റെ ഉമ്മത്തിൽ വന്ന ഫിർഔൻ, ഫറോവ, മൂസാ നബിക്ക് വന്ന ഫറോവയെക്കാളും ദുഷിച്ചവനായല്ലോ, കഠിന ഹൃദയനായി പോയല്ലോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അബൂജഹലിൻ്റെ തോളിൽ കയറിയിരുന്ന് അവൻ്റെ പെരടി മുറിച്ചെടുത്ത ആ തല കൊണ്ടുപോയി തിരുനബിയുടെ സന്നിധിയിൽ ഹാജരാക്കണം. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ ആ തല കയ്യിലെടുക്കുന്ന സമയത്ത് തല പൊങ്ങുന്നില്ല. ഉടനെ അള്ളാഹു മഹാനവരുടെ മനസ്സിലേക്ക് ഒരു ഹിക്മത്ത് ഇട്ട് കൊടുക്കുകയാണ്. തൻ്റെ ആയുധമെടുത്ത് അബൂജഹലിൻ്റെ ചെവിയിൽ ഒരു ദ്വാരമിടുന്നു. തൻ്റെ തുണിയിൽ നിന്നൊരു കഷ്ണം വലിച്ചെടുത്ത് കയറാക്കി മാറ്റി ആ ദ്വാരത്തിലൂടെ ഇട്ടിട്ട് ആ തല വലിച്ച് ഇലാ ഹദ്റത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, കല്ലാ ലഇല്ലം യന്തഹി ലനസ്ഫഅൻ ബിന്നാസിയ. ദീനിനെ കുതിര കയറുന്ന സംഭവം പരിപാടി അബൂജഹൽ നിർത്തിവച്ചിട്ടില്ലെങ്കിൽ അവൻ്റെ തല അവൻ്റെ മൂർധാവ് ഭൂമിയിലൂടെ നമ്മൾ വലിച്ചിഴക്കുമെന്ന് അള്ളാഹു പറഞ്ഞിരുന്നു. ആ വലിയ പ്രഖ്യാപനം ബദറിൽ വെച്ച് പുലരുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഈ തലയും വലിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹദ്റത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം തിരുനബിയുടെ ഹദ്റത്തിൽ ആ സമയത്ത് ഹാജരാകുന്നു. ജിബ്രീൽ തിരുനബിയുടെ മുഖത്തേക്ക് നോക്കി ചിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, യാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഓ മുഹമ്മദ് നബിയെ, നോക്കൂ നിങ്ങൾ, ഉദുൻ, ചെവിക്കു പകരം ചെവിയാണ് തങ്ങളെ ഈ കാണുന്നത്. പണ്ട് മക്കയിൽ വെച്ച് ഇതേ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങളെ ഈ തലയുടെ ഉടമ ചെവിയിൽ ദ്വാരമുണ്ടാക്കിയിരുന്നുവെങ്കിൽ അല്ലാഹു തആല അതിന് നേർ വിപരീതം ഇവിടെ കാണിച്ചു കൊടുക്കുകയാണ്. ഉദുൻ, ചെവിക്കു പകരം ചെവിയാണ്. പക്ഷേ ഇവിടെ ചെവിയോടൊപ്പം തലയുമുണ്ടെന്ന് മാത്രം എന്ന് പറഞ്ഞ് ജിബ്രീൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പുഞ്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ലോകത്തെ ഏകാധിപതി എന്ന് സ്വയം അഭിമാനം കൊണ്ടിരുന്ന അബൂജഹലിനെ വരെ ബദറിലൂടെ അല്ലാഹു തആല
പാഠം പഠിപ്പിച്ചിട്ടുണ്ട്. അസ്ഹാബുൽ ബദറിന്റെ ത്യാഗോജ്ജലമായ പാഠങ്ങൾ ഒരു ഭാഗത്തും, പരിശുദ്ധ ദീനിനെ എതിർക്കുന്നവർക്ക് വരുന്ന തീർത്താൽ തീരാത്ത നഷ്ടവും മറുഭാഗത്തും നമുക്ക് ബദർ നൽകുന്ന വല്ലാത്ത പാഠങ്ങളാണ്. അസ്ഹാബുൽ ബദറിനെ നമ്മൾ സ്മരിക്കണം, ആ മഹാന്മാരുടെ മൗലിദോദണം, അവരുടെ മദ്ഹുകൾ പാടി പാടി പറയണം, അവരെ സ്നേഹിക്കണം, അവരിലൂടെ വലിയ വിജയം നമുക്ക് ലഭിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ തുണക്കട്ടെ. ബദരീങ്ങൾ എന്നും ദീനിനു വേണ്ടി ജീവിച്ചവരാണ്. ദീനായിരുന്നു അവരുടെ മുദ്രാവാക്യം. ആ ഒരു വലിയ മുദ്രാവാക്യം ഈ ബദർ ദിനത്തിൽ ഏറ്റുപിടിക്കാൻ നമ്മളും തയ്യാറാകണം. നമുക്ക് ഏറ്റവും വലുത് പരിശുദ്ധ മതമാണ്. ദീനിനെ വിട്ട് കളിക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബദരീങ്ങളെ ബറക്കത്ത് കൊണ്ട് നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. നമ്മൾ അനുഭവിക്കുന്ന മുസീബത്തുകളിൽ നിന്ന് അല്ലാഹു നമ്മെ സലാമത്താക്കട്ടെ. അസ്ഹാബുൽ ബദരീങ്ങളെ സ്നേഹിക്കാനും ആ മഹാന്മാരെ സ്നേഹിച്ചതിൻ്റെ കാരണമായി രണ്ട് ലോകവും രക്ഷപ്പെടാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.